ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് 999 പോർട്ടലാണ്. അപ്പോൾ ഇന്ന് ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ എൻ്റെ ആക്കും. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ആക്കും. നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം. 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ധൈര്യം ഇല്ലാതിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എതിർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർ, മറ്റുള്ളവരോട് നോ പറയാൻ താല്പര്യമില്ലാതിരുന്ന അല്ലെങ്കിൽ പറ്റാതിരുന്ന ആൾക്കാർ, ഇന്നത്തെ ദിവസം നിങ്ങൾ നോ പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഒരു സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം വരുന്നൊരു സമയമാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങളത് ഓക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് വിഷമാവോ ഞാനിങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മറുപടി പറഞ്ഞാലോ ഒക്കെ അവർക്ക് വിഷമാവോ. അപ്പം നമ്മൾ വിഷമിച്ചാലും മറ്റുള്ളവർ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യം എല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്ത് നോ പറയാൻ മടിച്ചിരുന്ന ആൾക്കാർ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അവരുടെ ആ ഒരു സ്വഭാവം ഒന്ന് ഇന്നത്തെ ദിവസം മതിയാക്കാൻ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. കാരണം കുറേ നിങ്ങളെ എതിർക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാൻ കുറേയധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇനി അത് ഇങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളതൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഹെൽത്തി ബൗണ്ടറിക്കകത്ത് നിങ്ങൾ വേറെ ആരെയും കയറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ പല കാര്യങ്ങളും, നമ്മളുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ പിന്നീട് അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ്ഡ് ആകുന്നു. നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരോടും പെരുമാറാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനത്തെ ഒരു തീരുമാനം ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത്. ജഡ്ജ്മെന്റ് ആണ്. ഇതൊരു ന്യായവിധി വരുന്നു എന്നുള്ളതാണ്. ഒരു അനൗൺസ്മെന്റ് ആണ്. ഇത് നിങ്ങൾ തന്നെ ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ മറ്റാരോടെങ്കിലും, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആൾക്കാർക്കോ ആരോടെങ്കിലും നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ എന്നോട് പെരുമാറരുത്. ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്ന ആൾക്കാരോട് നിങ്ങൾ പറയാൻ ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തുറന്നു പറയാൻ പോകുന്നുണ്ടായിരിക്കണം. എന്നെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഈ ഒരു കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ചില സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു എന്ന് മാത്രമല്ല, ആ എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ പറയാനും കൂടി ധൈര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുറന്നു പറയാൻ മറ്റുള്ളവർ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും 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 അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊന്നും പറയൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് തുറന്നു പറച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർ നിങ്ങളോട് ഇന്ന് അവർ നിങ്ങളോടൊരു തുറന്നു പറച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. അവർ പാസ്റ്റിൽ നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഇന്നത്തെ ദിവസം അവർ നിങ്ങളോട് തുറന്നു പറയും. ഇതിങ്ങനെ പറ്റിപ്പോയി, എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായി എന്നൊക്കെ നിങ്ങളോട് ഒരു തുറന്നു പറച്ചിൽ നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ അറിയേണ്ട എന്തോ ഒരു വാർത്ത, ഒരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതുമായ ഒരു വാർത്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. ടു ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 2
കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന 2 കാര്യങ്ങൾ ഒരേ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. രണ്ടും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്, നിങ്ങൾ എപ്പോഴൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒന്ന് ചിലപ്പം നിങ്ങളുടെ കരിയർ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അതിൽ ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം എത്തുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇതും കൂടിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എക്സാം എഴുതിയതിൻ്റെ ഒരു ഇതായിരിക്കണം. എന്തായാലും സന്തോഷകരമായ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു ഓവർ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം. കുറേയധികം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഓണത്തിന്റെ പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരുന്ന ആ വർക്കെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ചിലപ്പം മറ്റുള്ളവരാരെങ്കിലും ലീവ് എടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരിക്കണം. എന്തായാലും നിങ്ങൾ ഇന്ന് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വങ്ങൾ കൂടുതലുണ്ടായിരിക്കും ഇന്നത്തെ ദിവസം. അങ്ങനെയാണ് കാണുന്നത്. നൈൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതില്. ചില ആൾക്കാർ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എൻ്റെ ആക്കാനുള്ളൊരു സമയമായി എന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങളൊരു സ്വപ്നമൊക്കെ കണ്ട് ഭയന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇതിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഇതിൽ ഓള് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലാണ്. അപ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരു മറ്റുള്ള ഒരു നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓർമ്മകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പം നിങ്ങൾ ആരാണോ ബുദ്ധിമുട്ടിച്ചിരുന്നത് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയാൻ പോകുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് ആണ് ഇന്നത്തെ ഇതിൽ കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ ഈ ഇടയ്ക്ക് നിങ്ങൾ മൂങ്ങയെ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ഒരു മൂങ്ങയെ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ റെസണേറ്റ് ആകും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇത് 99 പോർട്ടലാണ്. അപ്പോൾ ഇന്ന് 999 പോർട്ടലാണ് എന്ന് മാത്രമല്ല ഇത് 9 ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ആകുന്നു, നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം എൻ്റെ ആകുന്നു, നിങ്ങൾക്കൊരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു. 9 എന്ന് പറയുന്നത് നമ്മൾ എൻഡിങ് കഴിയുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്. അപ്പം ഈ എൻ്റെ ആകുന്നത് ഇന്നത്തെ ദിവസം എൻ്റെ ആകുന്നു എന്ന് ചില കാര്യങ്ങൾ എൻ്റെ ആകുന്നു എന്ന് ആദ്യമേ പറഞ്ഞു. എൻ്റെ ആകുന്നത് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം എൻ്റെ ആകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ കോർട്ടിൽ കേസ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് എൻ്റെ ആയി, നിങ്ങൾക്ക് അതിനൊരു വിധി വന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു ജഡ്ജിമെന്റ് വന്നിട്ടുള്ളത് കേട്ടോ. 3 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ 2-3 ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പം ഉറക്കളച്ചിരുന്ന് ചെയ്ത ജോലിക്കുള്ളൊരു ഫലം നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയാണ്. വളരെ നിങ്ങൾക്കൊരു ആത്മാഭിമാനമൊക്കെ തോന്നും, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നലും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ജസ്റ്റിസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്തിനാണോ ഭയപ്പെട്ടിരുന്നത്, നിങ്ങളെ എന്താണോ ബുദ്ധിമുട്ടിച്ചിരുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കാണ് നീതി കിട്ടാൻ പോകുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൽ, അതായത് ഫാമിലി ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ കുടുംബ കോടതിയിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യം, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കാര്യം, ആ ഒരു കാര്യത്തിനും ജസ്റ്റിസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമുള്ള ആൾക്കാർക്കും ഈ ഒരു 999 പോർട്ടൽ നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് സക്സസും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്.
ടു ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതില് ഒരു ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് പലപ്പോഴും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം ഒരു കൺഫ്യൂഷൻ മാത്രം ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ക്ലിയർ എവിഡൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 5 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കുക. നമുക്ക് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാതിരിക്കുക. ഓവറായിട്ട് സംസാരിക്കണമെന്ന് തോന്നിയാൽ പോലും നമ്മളത് സംസാരം എപ്പോഴും നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം. കാരണം അതൊരു നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ വിട്ടിട്ട് പോകാൻ നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പാസ്റ്റിൽ അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം, പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും വേദന തന്നതായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ്. നിങ്ങളാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. എനിക്കിത് ഇനി വേണ്ട എന്ന തീരുമാനമെടുത്ത് എന്തോ ഒരു കാര്യം അങ്ങനെ തീരുമാനമെടുത്ത് അത് ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഈ 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഒരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 9 പോർട്ടലാണ്. അപ്പോൾ 2 കാർഡും 9 വന്നിട്ടുണ്ട്. 9 ഓഫ് സോഡ്സും 9 ഓഫ് പെന്റക്കിൾസും. അപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ആകുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എൻ്റെ ആകുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്നാണ് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് 9 ഓഫ് പെന്റക്കിൾസിന്റെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഈ ട്രാപ്ഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നത് കടബാധ്യതകളിൽ മുങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും ഒരു എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നമുക്ക് നോക്കാം. വീണ്ടും വന്നിട്ടുള്ള 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തിരുന്ന കാര്യമായിരിക്കാം ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആകണമെന്ന്. അങ്ങനെ ഫിനാൻഷ്യലി നിങ്ങൾ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് നടക്കുന്നു എന്നുള്ളതാണ്. ഒരു വളരെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രഗിളിൽ നിന്നും പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു 9 പോർട്ടലിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ചിലപ്പോൾ കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ ഒരുപാട് ബാധ്യതകളിലും ആവശ്യങ്ങളിലും പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് പൈസ സംബന്ധമായ കുറേ ബ്ലെസ്സിങ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കാരണം കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ പ്രവേശിച്ച് അതിൽ നിന്നുള്ള പൈസ കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കട്ടെ. ഫീനിക്സ് ആണ്. അപ്പോൾ ഫീനിക്സ് അറിയാലോ, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് ഫീനിക്സ്. നമ്മളുടെ ശക്തിയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു പ്രതീകം തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഫീനിക്സ് എന്ന് പറയുമ്പോൾ സക്സസ് ഉണ്ടാക്കുന്ന ഒരു സക്സസിന്റെ സിമ്പലാണ് ഫീനിക്സ്. അപ്പം ഇന്ന് നിങ്ങൾ ഫീനിക്സ് പക്ഷിയെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും വലിയ സ്ട്രഗിളിൽ നിന്നും ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഫീനിക്സിനെ പോലെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലെപ്പോഴും വിചാരിക്കുക. ഞാനൊരു ഫീനിക്സ് ആണ് എൻ്റെ സിമ്പൽ എന്ന് മനസ്സിലാക്കുക. അത് ഫീനിക്സ് ഒരു സ്പിരിറ്റ്, ഒരു ബേർഡും കൂടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ അത് എത്ര ഉയരത്തിൽ പറക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഈ കഷ്ടകാലമൊക്കെ മാറിയിട്ട് നമ്മളും ആ ഒരു തരത്തിൽ ആകേണ്ട ആൾക്കാരാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ഫീനിക്സിനെ പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഫീനിക്സ് ആണ് ഇന്നത്തെ നിങ്ങളുടെ ആ
ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, ജീവിതത്തിൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ്, ഒരു റീബർത്തിൻ്റെ സമയമാണ് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ട് നമുക്കൊരു റീബർത്തിലേക്ക് വരുന്നൊരു സമയമാണ്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക, അത് ഉറപ്പിക്കുക, ആ ഒരു എനർജിയിലിരിക്കുക. അപ്പോൾ റീബർത്താണ് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഗോൾ, ആ ഒരു ഗോളിൽ എത്താറായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു ഉണർവിൻ്റെ സമയമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവ്യൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.